ഹായ് ഫ്രണ്ട്സ്, ഞാൻ അബ്ദുൽ ജലീൽ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ഉപകാരമായിരിക്കും, മറ്റുള്ളവർക്ക് ഒരു ഗുണകരമായ കാര്യമായിരിക്കും. സിഗ് സിഗ്ലാറിൻ്റെ ഒരു കോട്ടുണ്ട്. അതിങ്ങനെയാണ്: ആറ്റിറ്റ്യൂഡ് മോർ ദൻ ആപ്റ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ആൽറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് മോർ ദൻ ആപ്റ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ആൽറ്റിറ്റ്യൂഡ്. അതായത് നിങ്ങളെ ഉന്നത നിലയിൽ എത്തിക്കുന്നത് നിങ്ങളുടെ അഭിരുചിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണെന്ന്, നിങ്ങളുടെ മനോഭാവമാണെന്ന്. എന്താണ് മനോഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മളൊരു വസ്തുവിനെ നോക്കിക്കാണുന്ന രീതി അല്ലെങ്കിൽ ഒരു സംഭവത്തെ നോക്കിക്കാണുന്ന രീതിയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ പറയുന്നത്. ആ ഒരു നല്ല മനോഭാവത്തിനെ ഒന്നിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു നല്ല നിലയിൽ, ഒരു ഉന്നതമായ നിലയിൽ നിങ്ങൾ എത്തിച്ചേരും. IIT ഗോരഖ്പൂരിൽ ഒരു വർഷം റിക്രൂട്ട്മെൻറ്റ് കമ്പനികൾ പോയി. അതായത് IITകളിൽ എല്ലാ വർഷവും വലിയ വലിയ കമ്പനികൾ പോകും. അതായത് ഈ കൊല്ലത്തിൽ കോടികളൊക്കെ കൊടുക്കുന്ന കമ്പനികളിൽ പോവാം. മൈക്രോസോഫ്റ്റ് പോലുള്ള, ആപ്പിൾ പോലുള്ള, ഗൂഗിൾ പോലുള്ള അങ്ങനെയുള്ള കമ്പനികളാണ് ഈ IITകളിൽ പോവുക. അപ്പം ഒരു വർഷം ആദ്യം ഗൂഗിൾ പോയി അവിടെയുള്ള 100% മാർക്ക് വാങ്ങിയ എല്ലാവരും റിക്രൂട്ട് ചെയ്തു, കൊണ്ടുപോയി. പിറ്റേ ദിവസം മൈക്രോസോഫ്റ്റ് പോയിട്ട് ഏകദേശം 90-95% ഉള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോയി. മൂന്നാമത്തെ ദിവസം പോകുന്നത് വിപ്രോ ആണ്. അപ്പോൾ വിപ്രോ പോയ സമയത്ത് എന്താ അവസ്ഥ? അവിടെ ഉള്ളത് 85%, 75%, 70% ഇങ്ങനെയുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളും ഡെസ്പാണ്, അതുപോലെ തന്നെ അവിടെ വന്ന വിപ്രോൻ്റെ ആൾക്കാരും ഡെസ്പാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവിടെ ഉള്ളത് പൊട്ടന്മാരെന്ന് പറഞ്ഞോളൂ. കാരണം IITകളിൽ പൊട്ടന്മാരുണ്ടാവില്ല, കാരണം ബ്രില്യൻ്റ് ആയിരിക്കും. പക്ഷേ ആ മാർക്ക് അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു 80, 85, 70%, 75% ഉള്ള ആൾക്കാരാണ് ഉള്ളത്, മാർക്കുള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ വിപ്രോ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ശതമാനം മാർക്കുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടത്? ഇൻ്റർവ്യൂ ചെയ്യണോ അതോ തിരിച്ചു പോകണോ? അങ്ങനെ അവർ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോൾ കുട്ടികൾക്ക് വലിയ വിഷമമായി. കാരണം കുട്ടികളിങ്ങനെ വലിയ വലിയ കമ്പനികളെ കാത്തിരിക്കുകയാണ്. 2 വലിയ കമ്പനി വന്ന് അവർ വലിയ വലിയ മാർക്കുള്ള ആൾക്കാരെ കൊണ്ടുപോയി. അപ്പോൾ ഇതേ ഒരു പ്രതീക്ഷ. അപ്പോൾ അതിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടി രാജസ്ഥാനിയാണ്. ഓക്കെ, രാജസ്ഥാനി. ആ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ എല്ലാവരും ഡോക്ടേഴ്സാണ്. അച്ഛൻ ഡോക്ടറാണ്, അമ്മ ഡോക്ടറാണ്, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, അങ്കിൾസ് എല്ലാവരും ഡോക്ടറാണ്. പക്ഷേ ഈ കുട്ടി ഡോക്ടർ ആവുന്നില്ല എന്ന് വെച്ചിട്ടാണ് IITയിലേക്ക് വന്നിട്ട് എഞ്ചിനീയർ ആയത്. അങ്ങനെ ഈ കുട്ടി ചോദിച്ചു, സാർ ട്രെയിനാണോ വന്നത് അതോ ബസ്സിനാണോ വന്നത് ചോദിച്ചു. ഇവർ ആകെ ചൂട് പിടിച്ചിരിക്കുകയാണ്. കാരണം അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു, റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. പക്ഷേ എന്താണ്, ഇവിടെ ഉള്ളവർക്ക് പൊട്ടന്മാർ. അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ ബസ്സിനാണോ വന്നത് അതോ ട്രെയിനാണോ വന്നത്, ചൂടാനിടയ്ക്ക് പോകണോ? അങ്ങനെ ആരും മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ടാമത് ചോദിച്ചു, സാർ അത് പറ, അതായത് നിങ്ങൾ ബസ്സിനാണോ വന്നത് ട്രെയിനാണോ വന്നത്? അപ്പോൾ പറഞ്ഞു, എന്താ പ്രശ്നം, നമ്മൾ വന്നത് ട്രെയിനാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇനി തിരിച്ചു പോകേണ്ട ട്രെയിന് രാത്രിയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ബസ്സിനാണ് പോകുന്നതെങ്കിലും രാത്രി മാത്രമേ ബസ്സുള്ളൂ. നിങ്ങൾക്ക് നല്ല സമയമുണ്ട്. കാരണം ഇപ്പോൾ 10-10:30 മണി ആയിട്ടുള്ളൂ രാവിലെ, നിങ്ങൾക്ക് ഫുൾ ഡേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചായ വാങ്ങിത്തരാം, ചോറ് വാങ്ങിത്തരാം, അതുപോലെ നിങ്ങളെ ഈ സിറ്റി മൊത്തം കറക്കാം. മാത്രമല്ല നിങ്ങളെ സമയത്ത് അവിടെ എത്തിക്കുകയും ചെയ്യാം. ബസ്സിൻ്റെ സമയത്ത് അവിടെ എത്തിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ സമയത്ത് അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു, സ്റ്റേഷനിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തോളൂ, പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റും വേണ്ട, നിങ്ങൾ റിക്രൂട്ട് ചെയ്യുമെന്ന് ഉറപ്പും വേണ്ട. ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി, ജസ്റ്റ് നിങ്ങൾ ചെയ്തോളൂ, നമുക്കൊരു എക്സ്പീരിയൻസ്, നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ പറഞ്ഞു. അപ്പോൾ ഈ വിപ്രോൻ്റെ ആൾക്കാർ ഇങ്ങനെ ഒന്നിച്ച് നോക്കി, എല്ലാവരും പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, ഈ കുട്ടി പറയുന്നത് ശരിയാണല്ലോ, കാരണം നമുക്ക് ഫുൾ ഡേ ഉണ്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇവിടെ ഒന്നും ചെയ്യാനില്ല, പരിചയമൊന്നുമില്ല. ഇവർ ചോറ് വാങ്ങിത്തരും, ചായ വാങ്ങിത്തരും, ഒക്കെ വാങ്ങിത്തരും. മാത്രമല്ല സിറ്റി കറക്കുകയും ചെയ്യും, അവിടെ കൊണ്ടാക്കുകയും ചെയ്യും, ഒക്കെ ഓക്കെയാണ്. പിന്നെ നമുക്കെന്താ പ്രശ്നം? അങ്ങനെ ഇവർ ഇൻ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഈ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഇവരോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, കമ്പ്യൂട്ടറും സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചങ്ങായി ഇതുപോലെ കേട്ടിട്ട് പോലില്ല, IITക്കാരനാണ്. പക്ഷെ ആ ചോദിച്ച ചോദ്യങ്ങൾക്ക് അറിയില്ല. മാന്യമായിട്ട് പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കേട്ടിട്ടില്ല, ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്നൊക്കെ മാന്യമായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ ഹാപ്പിയാണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞു, കുട്ടികളും ഹാപ്പി, വിപ്രോക്കാരും ഹാപ്പി. അങ്ങനെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. ഇവരെ കൊണ്ട് വിട്ടു, ട്രെയിൻ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടു. അവർ ഹാപ്പി ആയിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പം എന്തായി, കുറേ ആൾക്ക് വിളി വന്നു. ഈ കൂട്ടത്തിൽ ഇവനും ഉണ്ട്. അപ്പോൾ ഇവൻ വിളി വന്ന സമയത്ത് അവരോട് ചോദിച്ചു, സാർ വിപ്രോന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം വിപ്രോൻ്റെ തലക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ.
കാരണം എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതെന്താ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂവിന് വളരെ പൂറായിരുന്നു, കാരണം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, എനിക്ക് ആൻസേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല, ഒക്കെ അറിയില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വിപ്രോന് കുഴപ്പമൊന്നുമില്ല, ഓക്കെ. അപ്പോൾ വിപ്രോ നിങ്ങളെ എടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ 100%, 98% ഒക്കെ മാർക്കുള്ള കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു കൊല്ലമാവും ഇവരെ ഒരു എഞ്ചിനീയറാക്കി തിരിച്ചെടുക്കണമെങ്കിൽ. കാരണം അത്രമാത്രം എന്ത് ചെയ്യണം, ഇവർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ നിന്നെ വെറും 3 മാസം കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു എഞ്ചിനീയറാക്കി മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സാർ ഞാൻ 5 കൊല്ലമായിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് പറ്റാത്തതാണ്, നിങ്ങൾ 3 മാസം കൊണ്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഉറപ്പുണ്ട് നിന്നെ 3 മാസം കൊണ്ട് നല്ലൊരു എഞ്ചിനീയറാക്കിയിട്ട് മാറ്റാൻ പറ്റുന്നു. അങ്ങനെ അവൻ വിപ്രോയിൽ ജോയിൻ ചെയ്യുന്നു. വെറും ഒരു കൊല്ലം കൊണ്ട് അവൻ അവിടുത്തെ CEO ആകുന്നു. മാത്രമല്ല 2-3 കമ്പനികളുടെ CEO ഒരുമിച്ചിട്ട് അവനാകുകയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അവരിഷ്ടപ്പെട്ടതുപോലെ അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ആ ആറ്റിറ്റ്യൂഡുമാണ്. കാരണം ബൈഹാർട്ട് പഠിച്ച് നമ്മൾ 98%, 100%, 99% ഒക്കെ മാർക്ക് വാങ്ങിച്ചിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇല്ല, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ലാണ്ട് ബൈഹാർട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എന്താവും, കമ്പനിയിൽ പോയി കഴിഞ്ഞാലും വീണ്ടും അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുകൊണ്ടിരും. പക്ഷേ ഇങ്ങനെയുള്ള ഓപ്പൺ മൈൻഡഡ് പീപ്പിൾ, അതായത് നല്ല ആറ്റിറ്റ്യൂഡ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ല ഓപ്പൺ മൈൻഡഡ്, ഒരു എന്താ പറയുക, ഒരു ലിവ് ഇൻ ദ മൂവ്മെൻറ്റ്, അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ആ വ്യക്തി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ